പൗലോസും ആൻ്റപ്പനും വിനുവും കൂടെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അലീന വന്നിട്ട് അതിൻ്റെ കണക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 20 കിലോ അരിയുണ്ട്, 30 കിലോ അരിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ 20 കാണുന്നുള്ളൂ, ബാക്കി എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവധക്കുട്ടയും വരുന്നുണ്ട്. പറയടാ, എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് കറക്റ്റായി പറയുന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ തിരിമറി നടന്നിട്ടുണ്ട് വലിയപ്പച്ച, അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്. സാധനം മേടിച്ചിരിക്കുന്നതിൻ്റെ ബില്ലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബില്ലില്ല, പറ്റ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവിടെയുള്ള പറ്റ് ബുക്ക് ഞാൻ എടുക്കാൻ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് കടയിൽ പോയിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ കടയിലേക്ക് പോകുന്നുണ്ട്. പൗലോസും അങ്ങനെ കടൻ്റെ അവിടെ എത്തിയതും അലീന മാത്രം കടയിലേക്ക് കയറിപ്പോയിട്ട് സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കുന്നുണ്ട്. എന്നിട്ട് ബില്ലിടുന്നുണ്ട്. അതിനുശേഷം പൗലോസിനെയും വലിയപ്പച്ചനെയും ബൈജുവിനെയും കൂടെ കൂട്ടിയിട്ട് പോയിട്ട് ബില്ല് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിലെയും റേറ്റിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതിൽ കൂടുതലാണല്ലോ. പൗലോസിന് കൊടുത്ത ബില്ലിൽ എല്ലാം റേറ്റ് കൂടുതൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ കടക്കാരൻ പറയുന്നുണ്ട്, എന്നെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? എന്തെങ്കിലും സാധനങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പണിക്കാരൻ്റെ അടുത്താണ് പറയേണ്ടത്, അല്ലാതെ എൻ്റെ അടുത്തല്ല വന്ന് പറയേണ്ടത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കറക്റ്റ് തൂക്കമാണ് കൊടുത്തിട്ടുള്ളൂ, അതിനുള്ള പൈസ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവധക്കുട്ടി പറയുന്നുണ്ട്, നീ ഒരുപാട് കളിക്കണ്ട, എൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ വലിയൊരു പ്രശ്നത്തിലാകുമ്പോൾ ഈ കടയൊന്നും ഇവിടെ ഉണ്ടായില്ല, അതൊക്കെ പൊളിച്ചു മാറ്റും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. തിരിമറി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പൗലോസിൻ്റെ അടുത്തും ബൈജുവിൻ്റെ അടുത്തും പറയുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചതല്ലേ എൻ്റെ പപ്പ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്കൊരു മനസാക്ഷി കുത്തിപ്പ് തോന്നുന്നില്ല? തെമ്മാടിത്തരമല്ലേ നിങ്ങൾ കാണിച്ചത് പൗലോസ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പൗലോസാണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് കൈയും കെട്ടിയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കണം, ഒന്നും മിണ്ടുന്നില്ല. ബൈജുവിൻ്റെ അടുത്താണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതിന് വല്ല നിങ്ങൾ എത്രത്തോളം കമ്മീഷൻ എടുക്കുന്നുണ്ട്, എത്ര പങ്കാണ് ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, എൻ്റെ പപ്പയുടെ മുതൽ കട്ടിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കടക്കാരനൊരു ശതമാനം കൊടുക്കും, പിന്നെ പൗലോസും ഒരു ശതമാനം എടുക്കും, ഞാനും അതുപോലെ എടുക്കും, 25,000 രൂപ മാസം ഒരാൾക്ക് വെച്ച് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റപ്പേട്ടന് വല്ലതും ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു മദ്യക്കുപ്പി മേടിച്ചു കൊടുക്കും, 1 ലിറ്റർ, അത് മാത്രമേ ചെയ്യാറുള്ളൂ, ഇതെല്ലാം കണ്ടിട്ട് കണ്ണടയ്ക്കുന്നതിനുള്ള ഒരു പ്രതിഫലം അത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്നെപ്പോലും എൻ്റെ പപ്പ എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇങ്ങനെയാണോ കാണിക്കുന്നത്? ബാക്കി ഞാൻ ആൻ്റപ്പേട്ടൻ്റെ അടുത്ത് പോയി പറയാം, മദ്യക്കുപ്പി എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൻ്റപ്പൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കണ്ണടയ്ക്കാൻ പറയുന്നുണ്ട്. കണ്ണടച്ച ശേഷം കണ്ണ് തുറന്നിട്ട് പിന്നെ മദ്യക്കുപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുടിക്കില്ല മോളെ, എനിക്ക് എന്തിനാണ് ഇതൊക്കെ, ഞാൻ വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റപ്പേട്ടൻ കണ്ണടയ്ക്കുന്നതിനുള്ള കൂലിയല്ലേ ഇത്, പൗലോസും ബൈജുവും മേടിച്ച് തരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മോൾക്ക് എല്ലാം മനസ്സിലായില്ലേ, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, സാറിൻ്റെ അടുത്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചതല്ലേ എൻ്റെ പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി മേലിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുകയാണ്, പപ്പൻ്റെ അടുത്ത് പറയുന്നില്ല, പക്ഷേ ഇനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സാധനം മേടിക്കുന്നതിൻ്റെ ബില്ലും എല്ലാ കാര്യങ്ങളും എന്നെ കാണിച്ചിട്ട് വേണം പൈസ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൾ എല്ലാവർക്കും വാണിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.